ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് വലിയ മഴയും കാര്യങ്ങളൊന്നുമില്ല, ഇതുവരെ മഴയൊന്നും പെയ്തിട്ടില്ല. അത്യാവശ്യം തെളിവൊക്കെ ആയിരുന്നു, പിന്നെ ഇടയ്ക്കൊന്ന് മൂടും പിന്നെ തെളിയും, അങ്ങനെയൊക്കെയുള്ളൊരു കാലാവസ്ഥ. അപ്പോൾ അതാ ഇതെൻ്റെ കുറച്ച് മഞ്ഞക്കൃഷി കേട്ടോ. അപ്പോൾ അതിന് മഴയൊക്കെ തല്ലി കഴുകി അതിൻ്റെ കണ്ടം വെട്ടിയതൊക്കെ അങ്ങ് നിരന്ന് പോയേ. അപ്പോൾ ഇതിൻ്റെ കാടും പറിച്ച് അത്യാവശ്യം കാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടത്തിൽ ചവറ് വെച്ചതൊക്കെ അതൊക്കെ വളമായി തീർന്നു കേട്ടോ. അപ്പോൾ ഇനിയും കണ്ടത്തിൽ ചപ്പൊക്കെ വെച്ച് കൊടുക്കണം, നല്ല ചവറൊക്കെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കാടൊക്കെ ഒന്ന് പറിച്ച് കണ്ടമൊക്കെ ഒന്ന് വരിപ്പൊക്കെ വെട്ടി വെച്ച് കുറച്ച് ചവറൊക്കെ വയ്ക്കണം. മഴയൊക്കെ കുറച്ച് ദുരന്തങ്ങളൊക്കെ വരുത്തിയിട്ട് ഒരു അല്പം കുറവായെന്ന് തോന്നുന്നു. ഇതിനെ കുറയട്ടെ. നമ്മൾ വെച്ച് കൊടുത്ത വളമൊക്കെ ഈ പള്ളം വലിച്ചെടുക്കും, അതുകൊണ്ട് ഈ കാടൊക്കെ ആദ്യം തന്നെ പറിച്ചെടുക്കാം. ഞാൻ ഈ നടണ വീഡിയോയും എല്ലാം കാട്ടിയായിരുന്നു കേട്ടോ. എന്നാലും കണ്ടവർക്കൊരു ബോറിങ് ആവുമെന്ന് അറിയത്തില്ല. എന്നാലും നമ്മുടെ മഞ്ഞളൊക്കെ ഇത്ര ആയ പിന്നെ കാട്ടിയിട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ നമ്മുടെ മഞ്ഞളൊക്കെ പറിച്ചേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ആ വീഡിയോ കാട്ടിയായിരുന്നു. മഞ്ഞപ്പൊടി ഉണ്ടാക്കി കൊടുക്കുക ചെയ്യും, നമ്മുടെ വീട്ടിലുണ്ടാക്കിയ മഞ്ഞപ്പൊടി. ഈ തവണ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ ഞാൻ ഈ തവണയും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ മഞ്ഞപ്പൊടി ഉണ്ടോയെന്ന്. അത് മഞ്ഞപ്പൊടി ഉണ്ടാകുന്ന സമയം അറിയില്ലാത്തവരായിരിക്കും, മഞ്ഞളൊക്കെ പൊടിക്കുന്ന സമയം കൃഷിയെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്തവരായിരിക്കും. കാരണം ഞാൻ അന്ന് എനിക്ക് പൊടിപ്പിച്ച മഞ്ഞപ്പൊടി എല്ലാം തീർന്നു, അത് അപ്പോഴേ തന്നെ തീർന്നു. ഒത്തിരിയൊന്നും നമുക്കില്ലായിരുന്നു, അപ്പം തന്നെ തീർന്നു പോയിട്ടോ. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം അടുത്ത വേനലാവണം നമ്മുടെ ഈ മഞ്ഞളൊക്കെ ഉണ്ടായി ഇട്ട് വേണം. അപ്പോൾ പലരും മെസ്സേജ് വിടുന്നുണ്ട് മഞ്ഞപ്പൊടി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയാൻ കാരണം. മഴയൊക്കെ ആയിരുന്നോണ്ടേ ഫുള്ള് പള്ളയും കയറുന്നില്ല. ഇതൊക്കെ ഇനി ഒന്ന് ആളാക്കി എടുത്താലാണ് നമുക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ടാവുള്ളൂ. ഞാൻ ഇത്തിരി തോർച്ച നോക്കി ഇറങ്ങിയതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇവിടെയൊക്കെ ഫുള്ള് മണ്ണൊക്കെ ഇങ്ങനെ കുഴഞ്ഞിരിക്കും. ഇത്രയും ദിവസം മഴയൊക്കെ ആയിരുന്നോണ്ടേ. നമ്മുടെ മഞ്ഞക്കണ്ടത്തിലുള്ള വള്ളം നോക്കി നമ്മൾ ഇട്ട് കൊടുത്ത വളമൊക്കെ ഇത് വലിച്ചെടുക്കാനുള്ളൂ, ഇതൊന്നും പറിച്ച് മാറ്റിയില്ലെങ്കിൽ. അപ്പോൾ ഞാൻ ഈ മെസ്സേജ് കണ്ടിട്ടാണ് ഇന്ന് ഇങ്ങോട്ട് ഇറങ്ങിയത്. കാരണം നമ്മുടെ മഞ്ഞപ്പൊടിയുടെ ആവശ്യം വലുതാണെന്ന് എനിക്ക് മനസ്സിലായി. കാട് കയറി ഇടാൻ കിട്ടാലേ ഉണ്ടാവത്തില്ലല്ലോ. നാട്ടിലുള്ളവരും പുറമേക്ക് കൊണ്ടുപോകാനുള്ളവരും എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഞാനിങ്ങനെ പള്ള പറക്കിൻ്റെ ഒരു കയ്യിൽ സോക്സ് ഇട്ടിട്ട് ചെയ്യാൻ പറയും, പലരും ഇങ്ങനെ വീഡിയോയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ ഇടുമ്പോഴേ സ്പീഡ് കിട്ടില്ല. നമ്മളല്ലാണ്ട് ഇങ്ങനെ പറിച്ച് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്പീഡ് ഉണ്ടാവില്ല, കയ്യിലൊരു തടസ്സം പോലെ തോന്നും. എന്നാലും മുള്ളൊക്കെ കൊള്ളാണ്ടിരിക്കും കേട്ടോ. അപ്പോൾ കാടൊക്കെ ഒന്ന് പറിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മണ്ണൊന്ന് പരിപ്പൊന്ന് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും ഒരു സംശയമുണ്ട്, അങ്ങനെ തന്നെ ചെയ്യുമ്പോൾ മടുക്കില്ലേ, അതൊരു ബേഡനല്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെയല്ലേ ഉള്ളൂ എല്ലാം ചെയ്യും. പക്ഷെ ഒത്തിരി വലിയ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് കുറച്ച് പച്ചക്കറികളും അതിപ്പോൾ അതൊക്കെ മഴയത്തൊക്കെ കുറേയൊക്കെ പോയിട്ട് വെയിൽ കളിയുമ്പോൾ നട്ടുപിടിക്കുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ഇഞ്ചി മഞ്ഞൾ, അല്ലാണ്ട് വലിയ കൃഷി കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല, ഞാൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊക്കെ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമ്മൾ പിള്ളേരുടെ പഠിത്തം അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളെ സംബന്ധിച്ചൊരു ടെൻഷനല്ല, അത് നമുക്കൊരു ബേഡനല്ല, അതൊരു നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ്, നമ്മുടെ മൈൻഡ് ഫ്രീ ആക്കുന്നൊരു കാര്യമായിട്ടാണ് അതെനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ വേറെ ഒരു സംശയമാണ്, ഈ നേരം കൊണ്ട് ജോലിക്ക് പോകാൻ മേലെ വെറുതെ എന്തിനാ ഇങ്ങനെ മണ്ണിൽ പണിത് സമയം കളയണേ എന്നൊക്കെ ചെയ്ത് ജോലിക്ക് പോകാൻ പറ്റില്ല എന്നിട്ടോ പഠിക്കാത്തോ അല്ല. ഞാൻ PG കഴിഞ്ഞ ആളാണ്, MCOM കഴിഞ്ഞ ആളാണ്, വേണമെങ്കിൽ ജോലിക്ക് പോകാം. പക്ഷേ ഇപ്പോൾ ജോലിക്ക് പോകണില്ല എന്ന് വെച്ചിട്ട് തന്നെയാണ്. പക്ഷേ ഇനി ജോലിക്ക് പോകില്ല എന്നല്ല, വേണമെന്ന് തോന്നിയാൽ അതിനും പോകും കേട്ടോ. അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊരു ഭയങ്കര ഒരു നമ്മുടെ മൈൻഡ് ഒരു ഫ്രീ ആയിട്ടാണ് തോന്നുന്നത്. ഇങ്ങനെയൊക്കെ ഓരോന്ന് പറമ്പിലേക്ക് പിള്ളേരെ വിടും, അത് കഴിഞ്ഞ് നമ്മുടെ അത്യാവശ്യ പണികളൊക്കെ ചെയ്തിട്ട് പറമ്പിലേക്ക് ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യണതൊക്കെ ഒരു ഭയങ്കര ഒരു ഫ്രീ, എന്നെ സംബന്ധിച്ചുള്ള ഒരു പോസിറ്റീവ് എനർജി തന്നെ ഒരു ഇതാണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകും.
എന്നെ സംബന്ധിച്ചിടത്തോളം പുറത്ത് ഷോപ്പിൽ കൊടുക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് പറമ്പുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ അത് ചെയ്തെടുക്കണം എന്ന് എൻ്റെ ഒരു ഇത്. നമുക്ക് വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളുടെയും കാര്യമില്ല, നമുക്ക് പറമ്പിൽ ചെയ്തെടുക്കാൻ പറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്തുണ്ടാക്കണം എന്നൊരു ചലഞ്ച്. അത് പിന്നെ ഇതിൻ്റെ കൃഷിയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് ചെയ്യണമല്ല. ജസ്റ്റ് കുഞ്ഞുനാളിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ പപ്പയൊക്കെ വീട്ടിൽ ചെയ്യണം കണ്ടിട്ടുണ്ട്. ആ ഒരു കണ്ടിട്ട് ചെയ്യണേ, അല്ലാണ്ട് ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ABCD മൊത്തം അറിഞ്ഞിട്ടോ ഒന്നും ചെയ്യണം. ആ ചെയ്യാനുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചെയ്യണമാണ്. അപ്പോൾ ഈ ചെയ്യണതിൽ പല തെറ്റുകുറ്റങ്ങളും കാണും. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒന്ന് മെസ്സേജ് ചെയ്യുവാണെങ്കിൽ വീണ്ടും അടുത്ത പ്രാവശ്യം നമ്മളത് തിരുത്താൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ അതിന് പറഞ്ഞു തന്നതിന് വിഷമോ കാര്യങ്ങളോ ഒന്നുമില്ല. അറിയാവുന്നവർ പറഞ്ഞു തരിക, അത്രയും. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു. പിന്നെ ഞാനിങ്ങനെ ചെയ്ത് മക്കൾ കാണുന്നതുകൊണ്ട് അവർക്കും ഇങ്ങനെയെല്ലാം ചെയ്യാൻ, മണ്ണിൽ പണിയാനും ഓരോന്ന് നടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. ഒരു പക്ഷേ ഞാനിത് ചെയ്തില്ലെങ്കിൽ അവരും മണ്ണിലിറങ്ങി എന്തെങ്കിലും ചെയ്യുമോ നടുവൊന്നുമില്ലായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും അത്യാവശ്യം ഡോക്ടറെ ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ചുകൊണ്ട് എന്നെ ജോലിക്ക് വിടാനായിട്ട് ആ രീതിയിൽ കമൻസൊക്കെ ഒത്തിരി എനിക്ക് വരണ്ട കേട്ടോ. അതുകൊണ്ട് ഞാനൊന്ന് ക്ലിയർ ആവാൻ വേണ്ടി ആരും എന്നെ ജോലിക്ക് വിടാനായിട്ട് ഒന്നുമല്ല. എനിക്ക് ജോലിക്ക് പോകണമെന്ന് തോന്നിയാൽ അന്ന് ഞാൻ പോകും കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോഴേ ഇത് സമയം പോകും. അപ്പോൾ ഈ മഴ എപ്പോഴാണ് പെയ്യണമെന്ന് ഇതുവരെ പെയ്തിട്ടൊന്നുമില്ല, നല്ല വെയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊന്ന് തീർത്തിട്ട് വേണം. മഴ പെയ്താൽ പിന്നെ ഇതിങ്ങനെ മണ്ണൊക്കെ ഇങ്ങനെ കുഴയാൻ നിൽക്കും. അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. ഇത് അത്യാവശ്യം വെയിലായതുകൊണ്ട് ഉണങ്ങി കിടന്നുകൊണ്ടാണ് ഇപ്പോൾ മണ്ണിടാൻ പറ്റിയത്. അപ്പോൾ ഇതൊന്നും തീർത്തില്ലെങ്കിൽ പറ്റില്ല. അപ്പോൾ ഞാനിത് തീർത്തിട്ട് കെട്ടിട്ട് വീഡിയോ എടുക്കുമ്പോൾ നമ്മുടെ സമയം ഒത്തിരി, ഇപ്പം 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ടത് അരമണിക്കൂറാവും. അതാണ് വിഷയം. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്നായിട്ട് ഒത്തിരി പേര് താങ്ക്സ്. എന്നെ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, എനിക്ക് ഒത്തിരി താങ്ക്സ്. അപ്പോൾ ഇനി എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ കമൻസായിട്ടൊക്കെ അറിയിക്കുക. അതുപോലെ പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.